ഇതൊരു വെള്ളരിക്ക പട്ടണമാണ്. കാരണം ഞാൻ തന്നെ കൊടുത്തൊരു വിവരാവകാശമുണ്ട്. ഇത് പി അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ, അദ്ദേഹം നടത്തിയ വിദേശ യാത്രകൾ, ഒഫീഷ്യലായി നടത്തിയത്, അൺഒഫീഷ്യലായി നടത്തിയത്, അദ്ദേഹത്തിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഇയർലി അവർ IAS IPS IFS കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ കൊടുത്ത ഒരു വിവരാവകാശമുണ്ട്. ഇന്ന് വരെ എനിക്കതിന് ഒരു എന്താ പറയാ മറുപടി നൽകിയിട്ടില്ല. നേരിട്ട് പുതിയ DGP വന്നതിന് ശേഷം, റവാഡ ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടതാണ്. അന്ന് പത്രമാധ്യമങ്ങൾ ട്രിവാൻഡ്രത്തുന്നത് അവിടെ നിന്ന് ഞാൻ ഈ അദ്ദേഹത്തെ കണ്ട് ഇറങ്ങുമ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയും പത്രക്കാരോട് ഈ വിവരങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒളിച്ചു വെക്കാവുന്നതിന്റെ പരമാവധി ഗവൺമെന്റ് ഒളിച്ചു വെച്ച് കളഞ്ഞു ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ജനങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പരമപൂർണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കോടതിയെ കൂടി ഇത് ബോധ്യപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ഇതില് സത്യസന്ധമായ ഒരു തീരുമാനം, കേരളത്തിലെ സത്യസന്ധരായ 3.5 കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ പറയാ നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്.